ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നാണ് മനുഷ്യനിർമ്മിതമായ പ്ലാസ്റ്റിക് മാലിന്യം. വായു മലിനീകരണത്തെക്കാൾ ഭീകരമാണ് പ്ലാസ്റ്റിക് സൃഷ്ടിക്കുന്ന ദുരന്തമെന്ന് ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജലജീവികളുടെ ആവാസ വ്യവസ്ഥയെയും ഭൂമിയെയും ഒരുപോലെ മലിനമാക്കാൻ പ്ലാസ്റ്റിക്കിന് കഴിയുമെന്നത് തന്നെയാണ് കാരണം. പ്ലാസ്റ്റിക് മാലിന്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന അന്വേഷണത്തിലാണ് ലോകമെങ്ങുമുള്ള ഒരു സംഘം ഗവേഷകർ. എന്നാൽ കാര്യക്ഷമമായ രീതിയിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം സാധ്യമല്ലാതെ വന്നപ്പോൾ പ്ലാസ്റ്റിക് പുനരുപയോഗം എന്ന ആശയത്തിലാണ് ഇപ്പോൾ ഗവേഷകരും പരിസ്ഥിതി പ്രവർത്തകരും മുൻതൂക്കം നൽകുന്നത്. ഇപ്പോഴിതാ പ്ലാസ്റ്റിക് തിന്നുന്ന പുഴുവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കണ്ടെത്തൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരു വലിയ പ്രതീക്ഷയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആൽഫിറ്റോബിയസ് ജനുസിൽപ്പെട്ട പുഴുക്കളുടെ ലാർവകൾക്ക് പ്ലാസ്റ്റിക് തരംതിരിക്കാനും കഴിക്കാനും ദഹിപ്പിക്കാനും കഴിയുമെന്ന് കെനിയയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പുഴു ആഫ്രിക്കൻ സ്വദേശിയാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മലിനീകരണമുള്ള രണ്ടാമത്തെ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ പ്ലാസ്റ്റിക്കിന്റെ 5% മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂവെങ്കിലും കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മലിനീകരണമുള്ള ഭൂഖണ്ഡം തന്നെയാണ് ആഫ്രിക്ക. ഇപ്പോഴത്തെ ഈ പുതിയ കണ്ടെത്തൽ ആഫ്രിക്കയിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തെ നേരിടാൻ ഉപയോഗപ്രദമാകുമെന്നാണ് കണക്കുകൂട്ടൽ. സ്റ്റൈറോഫോം ഭക്ഷണപാത്രങ്ങളിലും പാക്കേജിംഗിലും സാധാരണയായി കാണപ്പെടുന്ന ഒരുതരം പ്ലാസ്റ്റിക്കായ പോളിസ്റ്റൈറിൻ ദഹിപ്പിക്കാൻ ഈ പുഴുക്കൾക്ക് കഴിയുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. ഈ ഇനം പുഴുക്കളെ ആദ്യമായാണ് തിരിച്ചറിയുന്നത്. ഇവ പുതിയ ഉപജാതിയായിരിക്കുമെന്നാണ് ഗവേഷകരുടെ അനുമാനം. ആദ്യമായാണ് ആഫ്രിക്കയിൽ നിന്നുള്ള പുഴുക്കൾക്ക് ഇത്തരമൊരു കഴിവുണ്ടെന്ന് കണ്ടെത്തുന്നതെന്ന് കെനിയയിലെ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ഇൻസെക്ട് ഫിസിയോളജി ആൻഡ് ഇക്കോളജിയിലെ ശാസ്ത്രജ്ഞയായ ഫാത്തിയ ഖാമിസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച പ്രബന്ധം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സയന്റിഫിക് റിപ്പോർട്ട്സ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചത്. ഗവേഷണത്തിന്റെ ഭാഗമായി ലാർവകൾക്ക് നൽകിയ പോളിസ്റ്റൈറൈന്റെ 50% വരെ കഴിക്കാൻ അവയ്ക്ക് കഴിഞ്ഞെന്നും ഗവേഷകർ പറയുന്നുണ്ട്. അതേസമയം പ്ലാസ്റ്റിക് തവിട് പോലുള്ള ധാന്യപ്പൊടികളിലോ ഭക്ഷ്യവസ്തുക്കളുമായോ കലർത്തിയാണ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ പ്ലാസ്റ്റിക് അവയ്ക്ക് കഴിക്കാൻ കഴിയുന്നുണ്ടെന്നും കണ്ടെത്തി. ഭക്ഷണപ്പുഴുക്കളുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് പ്ലാസ്റ്റിക്കിൽ അടിഞ്ഞിരിക്കുന്ന പോളിമറുകളെ വേർതിരിക്കാൻ സാധിക്കുന്നു. ഒപ്പം ക്ലുവേര, ലാക്ടോകോക്കസ്, ക്ലെപ്സിയല്ല തുടങ്ങിയ സൂക്ഷ്മജീവികൾ പോളിസ്റ്റൈറൈൻ ആഗിരണം ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇത്തരം സൂക്ഷ്മജീവികൾ പ്ലാസ്റ്റിക് ആഗിരണം ചെയ്യുന്നതിനാവശ്യമായ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കാരണം. ഇത്തരത്തിൽ ജൈവികമായി തന്നെ പ്ലാസ്റ്റിക് ആഗിരണം ചെയ്യപ്പെടുന്നതിനാൽ ഇത് ലാർവകളെ ദോഷകരമായി ബാധിക്കുന്നില്ലെന്നും ഗവേഷകർ പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന ആശങ്ക നിലനിൽക്കെ ഈ പുതിയ കണ്ടെത്തൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഭാവിയിൽ മുതൽക്കൂട്ടാവുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. ഇത് പ്രകാരം പ്ലാസ്റ്റിക്കിനെ വേർതിരിക്കാനും ഭക്ഷ്യയോഗ്യമാക്കി മാറ്റാനും കഴിയുന്ന എൻസൈമുകളുടെയും ബാക്ടീരിയൽ സ്ട്രൈൻസുകളുടെയും കണ്ടെത്തൽ പ്ലാസ്റ്റിക് പുനരുപയോഗത്തെ ത്വരിതപ്പെടുത്തും. അതോടൊപ്പം മൃഗങ്ങളുടെ തീറ്റയ്ക്കായി പ്ലാസ്റ്റിക്കിനെ ഉയർന്ന മൂല്യമുള്ള പ്രാണി പ്രോട്ടീനാക്കി മാറ്റുന്നതിന് ഭാവിയിൽ കഴിയുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു.